തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്ക് വിട. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അനുബന്ധ മേഖലയും ഏറെ പ്രതീക്ഷയിലാണ്. എന്നാൽ മോശം കാലാവസ്ഥ അറിയിപ്പ് മത്സ്യബന്ധന നിരോധനത്തിന് ശേഷമുള്ള ആദ്യത്തെ കടലിലേക്കുള്ള ഇറക്കത്തിന് വിനയായി മാറി. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്കാണ് അറുതിയാകുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനുമാണ് കാലവർഷക്കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പ്രജനനശേഷം മത്സ്യസമ്പത്തിൽ വർധനവുണ്ടാവുമ്പോൾ ചാകരക്കോളാണുണ്ടാകുക. ഈ പ്രതീക്ഷയിൽ 52 ദിന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം അർദ്ധരാത്രി തന്നെ ബോട്ടുകൾ പുറംകടലിലേക്ക് യാത്ര തിരിക്കേണ്ടുള്ളിടത്ത് മോശം കാലാവസ്ഥ അറിയിപ്പ് തടസ്സമായി മാറി. ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയായി മാറി. ജില്ലയിലെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖമായ മടക്കരയിൽ 100-ലധികം ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുവാൻ കാത്തിരിക്കുകയാണ്. അതേസമയം ട്രോളിംഗ് നിരോധന കാലത്ത് നാട്ടിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരവുമുണ്ട്. അവർ തിരിച്ചു വന്നാൽ കടലിലേക്ക് ഇറങ്ങുവാൻ കാത്തിരിക്കുകയാണ് ബോട്ടുടമകൾ. അതേസമയം ഇത്തവണത്തെ ട്രോളിംഗ് നിരോധന കാലത്ത് കടലിലിറങ്ങിയ വള്ളങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര മത്സ്യസമ്പത്ത് ലഭിച്ചിട്ടില്ല. ഇവിടെയും ചതിച്ചത് കാലാവസ്ഥ തന്നെയാണ്. മുൻകാലങ്ങളിൽ ചെമ്മീൻ ചാകര ഉണ്ടാകാറുണ്ടെങ്കിലും ബേക്കൽ മുതൽ പഴയങ്ങാടി തീരം വരെ ഇത്തവണ ചാകര പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ജില്ലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണം സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിലെ അറിയിപ്പും മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശ നൽകുന്നതായി. മഴ കുറയുന്നതോടെയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതോടെയും ഇത്തവണ ധാരാളം മത്സ്യം കിട്ടുമെന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. കാലവർഷം ശക്തമായതും കടൽ നല്ലതുപോലെ ഇളകിക്കിടക്കുന്നതും മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ ഒഴിഞ്ഞാൽ യാനങ്ങൾ കടലിലേക്ക് പുറപ്പെട്ടു തുടങ്ങും. ട്രോളിംഗ് നിരോധന കാലത്ത് കാര്യമായ തൊഴിലില്ലാതെ കഴിഞ്ഞ ബോട്ട് തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും കടലമ്മ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് തടയാൻ മുൻകാലങ്ങളിലേതുപോലെ മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പോലീസും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ആരും തന്നെ ഇത്തവണ നിയമലംഘനത്തിന് മുതിർന്നിരുന്നില്ല. ബോട്ടുകളെല്ലാം കടലിലിറങ്ങുന്നതോടെ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും സജീവമാകും. ഇതോടെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മീൻവില കുറയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.